മർദ്ദിച്ചിട്ടു എന്ന് പറയേണ്ടി വന്നത് പോലീസിന്റെ മർദ്ദനത്തെ തുടർന്നാണെന്ന് അഫ്സാനയുടെ മൊഴി പോലീസിനെ കുടുക്കിലാക്കും. പ്രതികരിക്കാതെ പോലീസ് മൗനം തുടരുന്നത് പ്രതിരോധത്തിന് വസ്തുതകൾ ഇല്ലാത്തതുകൊണ്ടാണ്. കലഞ്ഞൂർ പാടം സ്വദേശി നൌഷാദിനെ കൊന്നെന്ന് ഭാര്യ അഫ്സ മൊഴി നൽകുകയും പിറ്റേന്ന് നൌഷാദ് തിരിച്ചുവരികയും ചെയ്ത സംഭവത്തിൽ തലവേദനയിലായിരിക്കുകയാണ് പോലീസ്. പരസ്പര വിരുദ്ധമെന്ന് പോലീസ് തന്നെ പറയുന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ അഫ്സാന ചൂണ്ടിക്കാട്ടി സ്ഥലത്തെല്ലാം കുഴിച്ചെടുത്തത് നാണക്കേടായി. എന്നാൽ പോലീസിന്റെ ക്രൂരമർദ്ദനവും ഭീഷണിയും കാരണമാണ് തനിക്ക് ഇത്തരത്തിലൊരു മൊഴി നൽകേണ്ടി വന്നതെന്നാണ് അഫ്സാന പറയുന്നത്. തന്നെ പോലീസ് മർദ്ദിച്ചാണ് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞതെന്നാണ് അഫ്സാനയുടെ വാദം പോലീസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. എന്തായാലും സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. നൌഷാദിന്റെ തിരോധാനവും പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിയിലൂടെ പാളിച്ചയെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. പോലീസ് തന്നെ മർദ്ദിച്ചാണ് ഭർത്താവിനെ കൊന്നുവെന്ന തെറ്റായ മൊഴി നൽകിയതെന്നാണ് അഫ്സാനയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. പത്തനംതിട്ട അഡീഷണൽ SP R പ്രദീപ് കുമാറാണ് അന്വേഷണ ചുമതല. അന്വേഷണം പൂർത്തിയായാൽ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കും. ഒരാളെ തല്ലി അവശനാക്കി മരണാവസ്ഥയിലാക്കി എന്ന് വ്യക്തമാക്കിയത് പോലീസ് തന്നെയാണ്. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന സാഹചര്യം ഒരുക്കി അഫ്സാനയുടെ പേരിൽ പോലീസ് കേസ് എടുത്തിരുന്നു. അതിനിടെ അഫ്സാന മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്ന് പിതാവ് അലി ഷംസുദ്ദീൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്നും കേസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്സാനയെ നൂറനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്റെ ഉടൻ തന്നെ നൌഷാദ് രംഗത്ത് വന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് അഫ്സാന പറയുന്നത്. നൌഷാദിന്റെ തിരോധാനം അന്വേഷിക്കാൻ കൂടൽ പോലീസിന് സ്ത്രീ എന്ന പരിഗണന പോലും നൽകിയില്ലാതെ ക്രൂരമായി മർദ്ദിച്ചു. അത് സഹിക്കാതെയാണ് ഭർത്താവ് കൊന്നതെന്ന് പറയേണ്ടി വന്നത്. ദേഹത്തും വയറ്റിനുള്ളിലും ഇപ്പോഴും വേദനയുണ്ടെന്നും അഫ്സാന പറയുന്നു.